ഫൈവ് ഫോൾഡ് മിനിസ്ട്രി, 5 നേതൃത്വ വരങ്ങൾ, ലീഡർഷിപ്പ് ഗിഫ്റ്റ്സ് ആണത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന് 4-ാം അധ്യായത്തിലാണ് വീണ്ടും വരുന്നത്. ദൈവം തമ്പുരാൻ ഇങ്ങോട്ട് തന്നെ പറയുന്നതായതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചിലത് പറഞ്ഞേ ഒക്കത്തുള്ളൂ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ന്റെ ആദ്യ ഭാഗമാണ് ഇന്നലെ എടുത്തത്. വിളിക്ക് യോഗ്യനാകുക, അതായത് നമ്മൾ കോൾ, എല്ലാവർക്കും ഒരു വിളിയുണ്ട്. ആ വിളിക്കകത്ത് നിൽക്കുന്നവർക്കറിയാം വി ആർ സ്റ്റാൻഡിങ് ഓൺ ദ റൈറ്റ് ട്രാക്ക്. അത് അവനവനറിയാനൊക്കെ. ഞാൻ ഐ എം എ ലോയർ. കോർട്ടിൽ ആർഗ്യൂ ചെയ്യുന്ന സമയത്തും ഇറങ്ങിക്കഴിയുന്ന ഉടനെ തന്നെ ഒരു ചോദ്യം മനസ്സിൽ വരുമായിരുന്നു. എന്തിനാണ് ഈ ജഡ്ജിമാർ മൈ ലോഡ് എന്ന് ഇവരെ വിളിക്കുന്നത്? ഇവരാണോ ദൈവങ്ങൾ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ആ ഓരോ കേസ് ആർഗ്യൂ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ഇതാണ് ആദ്യത്തെ തോട്ട് എൻ്റെ തലയ്ക്കകത്ത്. അപ്പോഴേ അന്ന് തൊട്ടുള്ള ചിന്തയിൽ കൂടെ പല പ്രാവശ്യം ഇങ്ങനെ ദൈവം ഇങ്ങനെ ഇട്ടിട്ടാണ് ലാസ്റ്റിൽ ദൈവം ലോകപ്രകാരമായിട്ടുള്ള നിയമം മാറ്റി ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് കയറാനായിട്ട് എന്നെ പഠിപ്പിച്ചത്. ജീവനുള്ള നിയമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലോകത്തിൻ്റെ നിയമം എന്താണെന്നും ഈ നിയമങ്ങളെന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ ഏതൊരു നിയമത്തിനും വിലയുണ്ട്. ഇപ്പം നമ്മൾ റോഡിൽ കൂടെ പോവുകയാണ്, കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു, അതൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ നിയമം ജീവിക്കും. അന്നേരം ഇൻഷുറൻസ് ഉണ്ടോ, ആരാണ് അടിച്ചത്, ആർക്കാണ് പ്രശ്നം, അന്നേരം കോമ്പൻസേഷൻ കൊടുക്കണം, മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ കേസ്, ഇങ്ങനെ വരുമ്പോൾ അപ്പം പെട്ടെന്ന് നിയമം ജീവൻ വെച്ച് വരും. നിയമമുണ്ടോ? നമ്മൾ സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുമ്പോൾ നിയമം സൈലൻ്റാണ്. പക്ഷേ ഒരു പ്രശ്നം, നമ്മൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നിടം വരെയും സ്നേഹത്തിൽ കഴിയുമ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വഴക്കുണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വരുമ്പോൾ നിയമം ജീവൻ വെക്കും. അന്നേരം നിയമത്തിൻ്റെ വില അറിയാം. അപ്പം ജീവനുള്ള നിയമങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ട്. അതായത് ദൈവം നമുക്ക് ചില നിയമങ്ങൾ, 10 കൽപ്പനകൾ ദൈവം തന്നിരിക്കുകയാണ്. അതെന്തിനാണ്? ഈ 10 കൽപ്പനകളുടെ അടിയിൽ നിന്ന് ജീവിക്കുന്നെങ്കിൽ നിൻ്റെ ജീവിതം കുഴപ്പമില്ല. പക്ഷെ അതൊന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഗോഡ് സേസ് യു ബ്രേക്ക് എവ്രിതിങ് ബിക്കോസ് ഇറ്റ് കണക്റ്റഡ്. അപ്പം ഒന്നാമത്തേത്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ സ്നേഹിക്കണം. യഹോവയായ ദൈവത്തെ മാത്രം സേവിക്കണം. ഈ 1-ാം കൽപ്പനയ്ക്കകത്ത് ഡീവിയേഷൻ വന്നിട്ട് ദൈവത്തിന് പകരം നമ്മൾ പണമാണ് അവിടെ കയറ്റി വെക്കുന്നതെങ്കിൽ ബാക്കി 9 കൽപ്പനയ്ക്കകത്തും ഡിസ്റ്റോർഷൻ വരും. ശരിയല്ലേ? നമ്മൾ ആ ഒരു കാര്യം നേടാൻ വേണ്ടി എല്ലാം മറക്കുക. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയാറുള്ളൊരു പോയിൻ്റ്, ഇത് സ്പോക്സ് വീൽ, അതായത് നമ്മൾ കാളവണ്ടിയുടെ ഒരു ചക്രം പോലെ കാണണം. അതിൻ്റെ നടുക്കത്തെ ആ ഒരു വീലിൻ്റെ നടുഭാഗം എവിടെയെങ്കിലും മാറിപ്പോയെങ്കിൽ അത് പിന്നെ ശരിയായിട്ട് പോകില്ല. ഒരു സൈക്കിളിൻ്റേത് അതിൻ്റെ നടുവിൻ്റെ സെൻറ്ററ് സൈഡിലോട്ട് മാറിയ സൈക്കിൾ ഓടത്തില്ല. അപ്പോൾ ഇതുപോലെയാണ് ജീവിതത്തിൽ ക്രിസ്തു നടുക്കല്ല എങ്കിൽ നമ്മൾ എന്തെല്ലാം കാണിച്ചു വെച്ചാൽ അത് ശരിയല്ല. അപ്പം എന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നതെന്ന് ചോദിച്ചാൽ, പൗലോസ് എഴുതിയിരിക്കുന്നത് നീ വിളിക്ക് യോഗ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അത് കഴിയുമ്പം 7-ാം വാക്യത്തിൽ 4-ാം അധ്യായമാണ് എടുക്കുന്നത് എഫേസ്യർ. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദാനമാണ്, അതിന് നമുക്ക് ദൈവമാണ് നമുക്ക് ഓരോ കൃപയിട്ടിരിക്കും. അപ്പോൾ കൃപയെന്ന് പറയുമ്പം ഈ കൃപയുള്ളവർക്കേ ലീഡർഷിപ്പ് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കും. അതുകൊണ്ട് എന്താ, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടത്, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി, നമ്മൾ ഈ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ആദാവും പാപം ചെയ്തു കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ട് നേരെ നരകത്തിലോട്ടാണ് പോയത്. അവർക്കൊന്നും സ്വർഗത്തിലൊന്നും കയറാനും സ്ഥലം. പക്ഷേ ഏതൊരു സമയത്തും ആദം വിചാരിച്ച് കാണണം എൻ്റെ മകൻ വന്ന് രക്ഷിക്കും. കാരണം ഉൽപ്പത്തി 3 പറഞ്ഞു സ്ത്രീയുടെ സന്തതി സർപ്പസന്തതിയെ മരിക്കുന്നു. അപ്പോൾ അറിയാമായിരുന്നു ഓരോ മകൻ വരുമ്പോഴും ആദ്യം ചിന്തിച്ചാണ് ഇവനാണ് എന്നെ രക്ഷിക്കുന്നത്, ഇവനാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ ആ സമയമായപ്പം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഉയർത്തെഴുന്നേൽക്കും മുൻപ് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു പാതാളത്തിൽ പോയി പ്രസംഗിക്കുന്നു. എവിടെയാണ്? ബദ്ധന്മാരാക്കിയിരിക്കുന്നവരെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് അവിടെ കയറി ചെന്ന് അവിടെ സുവിശേഷം പറയുകയും അവിടെയുള്ള ചങ്ങലകൾ പൊട്ടിച്ച്, അല്ലെങ്കിൽ അടിമത്വത്തിൽ അവിടെ ഇരിക്കുന്നിടത്തെ ആധിപത്യം ദൈവത്തിൻ്റെ കയ്യിലെടുത്തിട്ട് ആദത്തിനെ തിരിച്ച് പറുദീസയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പടങ്ങൾ ഈ ഈസ്റ്റേൺ ചർച്ചുകളിലെല്ലാം, FSS, സ്പാർണ, കൊളോഷ്യൻ, ഓരോ ചർച്ചിൽ ചെല്ലുമ്പോഴും ഈ പടങ്ങൾ അവിടെ ഭിത്തിയിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒരു പഴയ പെയിൻറ്റ്, മ്യൂറൽ പെയിൻറ്റ്സാണ്, അതൊന്നും മാഞ്ഞു പോത്തില്ല.
അത് കാണിക്കുന്നത് എന്തുവാ? ദേ ബിലീവ് ദീസ് ട്രൂത്ത്. ഈ ട്രൂത്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ദൈവം ബദ്ധരായിട്ടിരിക്കുന്ന ആദത്തിനെ അവയും പോലും രക്ഷിച്ചു എങ്കിൽ ആത്മീയ ഗോളത്തിൽ ബദ്ധരായിരിക്കുന്ന നമുക്കും വേണ്ടി വിടുതലിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിന്മേൽ കയറിയത്. അതുകൊണ്ടാണ് പൗലോസ് ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്, വിളിച്ച വിളിക്ക് യോഗ്യമായിട്ട് നിങ്ങൾ വിളിച്ച വിളി ആരാ? അത് ദൈവകൃപയാൽ നമ്മുടെ മേൽ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കയറി എന്നതിന് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലേ. അപ്പോൾ ഉയരത്തിൽ കയറുന്നതിന് മുമ്പേ അടിമത്വത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കുക എന്നുള്ളൊരു ജോലി ക്രൂശ് മരണത്തോടെ യേശു ഏറ്റെടുത്തതാണ്. അത് മരിച്ചവരെ തന്നെയല്ല, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മേലെ എന്തെല്ലാം നുഖങ്ങളാണ് കയറ്റിവെച്ചിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതുസൃഷ്ടിയായി, പഴയതോ കഴിഞ്ഞു വരും. ക്രിസ്തുവിലാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വിളി കേൾക്കണം. വിളിയുള്ളവർക്കാണ് ഇതൊക്കെ മനസ്സിലായി. പ്രീഡിസ്റ്റൈൻഡ് എന്ന് പറയുന്നത്, അതായത് നമ്മളെ നിയോഗിച്ചയച്ച മക്കളാണ്. ദേ ആർ വെരി ഇമ്പോർട്ടൻ്റ് ഇല്ലേ. നമ്മളെ ഒരു സ്ഥാനാപതി അല്ലെങ്കിൽ ഒരു അംബാസിഡറിനെ, നമ്മൾ അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയിൽ വന്നിട്ട് അമേരിക്കയുടെ കാര്യം നോക്കാതെ റഷ്യയുടെ കാര്യം നോക്കിയാൽ ശരിയാകുമോ? ശരിയാകത്തില്ല. ഹി ഹാസ് ടു ഡു വാട്ട് ഈസ് ഹി റിപ്രസെൻറ്റ്സ്. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അംബാസിഡറായിട്ട് നിൽക്കേണ്ട, യേശു ക്രിസ്തുവിന് വേണ്ടി ജോലി ചെയ്യുന്നവരായി മാറണ്ടേ? നമ്മളെ ഓരോരുത്തർക്കും ആ ജോലിയല്ലേ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. വി ആർ ഓൾ അംബാസിഡേഴ്സ് ടു ജീസസ് ക്രൈസ്റ്റ് ആഫ്റ്റർ ദ ക്രോസ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞപ്പോൾ അത് തന്നെ എന്താ പറയുന്നത്? ഗോ ഇൻ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറുക. അപ്പോൾ സ്വർഗാദി സ്വർഗത്തിൻ്റെ മുകളിൽ പിതാവിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ എഫേസ്യർക്ക് എഴുതിയിട്ടുണ്ട്. 1:22 പറയുന്നു, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ യേശുക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നു. അതിന് മുമ്പിലുണ്ട് അങ്ങനെ അവൻ ക്രിസ്തുവിൽ പരിശുദ്ധാത്മ വ്യാപരിച്ചിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമേ വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലത്തിനും അത്യന്തം മീതെ ഇരുത്തിയിരിക്കുന്നു. സകലത്തിൻ്റെ ഉടമസ്ഥൻ യേശുവാണ്. ഇത് കൂടുതൽ ക്ലിയറായിട്ട് എങ്ങനെയാണ് വേദപുസ്തകം എഴുതുന്നത്? എന്താണ് സംശയങ്ങൾ? ആർക്കാണ് മനസ്സിൽ സംശയം? വചനത്തിനകത്ത് വായിക്കുന്നു. ഇസ് ഇറ്റ് നോട്ട് വെരി ക്ലിയറായിട്ടല്ലേ എഴുതിയിരിക്കുന്നത്? പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന തിരശ്ശീല രണ്ടായിട്ട് മാറിയിരിക്കുന്നു. അവൻ്റെ വിശുദ്ധ രക്തം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. അധോഭാഗത്തിൽ ചെന്ന് ബന്ധനത്തിലിരിക്കുന്നവരെ വിട്ടുപിക്കുന്നു. അല്ലേ? അതൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞില്ലേ? നമ്മൾ ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വിടുതൽ ചോദിച്ച് വാങ്ങിക്കല്ലോ. മരണം വരെയും ഇത് വിളിയോ യോഗ്യനുള്ളവൻ വിളി അറിയുന്നില്ല എങ്കിൽ നമ്മൾ സത്യത്തിൽ സങ്കടകരമായ ഒരവസ്ഥയാണ്. നമ്മളെ വിളിക്കും. അത് നമ്മളോട് അധ്വാനിക്കും. ഞാൻ ചിലപ്പം പിള്ളേരോട് പറയും, എന്തിനാണ് ഈ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, ഇത്രയും കഷ്ടം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ പിള്ളേരൊക്കെ പുറത്ത് പോയി കിടന്നിട്ട് രാവിലെ വെളുപ്പിന് തൊട്ട് രാത്രി വരെ ജോലി? ഇപ്പോൾ ഈ വക്കീലായിരുന്ന സമയത്ത് തന്നെ നമുക്ക് ഉറക്കം വരത്തില്ല. കാരണം പിറ്റേ ദിവസത്തുള്ള കേസ് വായിക്കണം, വൈകിട്ട് വരുമ്പം ക്ലയൻസിനെ കാണണം, രാവിലെ കോടതി പോകണം, അത് കഴിഞ്ഞിട്ട് വന്ന് ഇച്ചിരി നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെയും ക്ലയൻസിനെ കാണണം. ഒരിക്കലും റെസ്റ്റില്ല. ബിക്കോസ് എവറി ജോബ് റിക്വയർസ് ഇറ്റ്സ് ഓൺ ഹാർഡ് വർക്ക്. അപ്പോൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പിള്ളേരോട് ചോദിക്കും, ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? അതവനറിയാം. പക്ഷെ നമ്മൾ യേശുവിലല്ലെങ്കിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടും. യേശുവിലായിരിക്കുമ്പോൾ ദർ ഈസ് എ ഡിഫറെൻറ്റ് വേ ഓഫ് കഷ്ടപ്പെടുന്നൊക്കെ. പക്ഷെ കഷ്ടപ്പാടായിട്ട് തോന്നിപ്പിക്കാത്ത വിധത്തിൽ ദൈവം അത് കൊണ്ടു നടക്കും. ഹി ഗീവ്സ് റെസ്റ്റ്. അത് ആടുകളെ വിശ്രമിപ്പിച്ചിട്ടും ഭക്ഷണം കൊടുക്കാനൊക്കെ ഇടയാനറിയാം. അത് യേശുവിലായെന്നവർക്ക് അത് മനസ്സിലാകും. നമ്മളോട് ദൈവം കർത്താവ് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ എഴുതിയിരിക്കുന്ന വാക്യം. ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാർ ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചിരിക്കുന്നു. ഇതൊക്കെ ഓരോ വാക്യത്തിനും ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ചിലരെ അപ്പോസ്തലന്മാർ 5 5-fold മിനിസ്ട്രി എന്ന് പറയുമ്പം 5 ഇരട്ടിയാണെന്നോ എന്ന് ചിന്തിക്കുക. അതല്ല, പലതരത്തിൽ 5 തരത്തിലുള്ള മെയിൻ മിനിസ്ട്രി ഏതൊരു ചർച്ചിലും ഏതൊരു ഗ്രൂപ്പിലും ഒരു 7 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 പേര് കൂടുന്നിടത്ത് ഈ ദൈവത്തിൻ്റെ ഈ സ്ഥാനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പഠിത്തമല്ല, ഇത് കൃപയിലാണ് വരുന്നത്. നമ്മൾ 10 പേരെ ഒന്നിച്ച് കൂട്ടി ഒരു പ്രാർത്ഥനയ്ക്ക് ഒന്ന് ഇരുത്തി നോക്കിക്കുക. ഇഫ് യു ആർ ഗിവിങ് ദം ദ ഫ്രീഡം, ആദ്യം നമുക്ക് ചിലപ്പം പ്രശ്നമാണെന്ന് തോന്നി, പക്ഷെ ഗിവ് ദം ഫ്രീഡം ടു നമ്മൾ ഈ അവരുടെ നമ്മൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം വരുന്ന പോലെ
എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഓരോരുത്തരുടെയും കൃപ ഏതിനകത്താണ്. ഞങ്ങളുടെ ഗ്രൂപ്പാണ്, നമുക്കൊരു നല്ല ഗ്രൂപ്പുണ്ട്, 10-30 വർഷത്തിൽ കൂടുതൽ ഉള്ള ഗ്രൂപ്പാണ് നമ്മുടെ. സൗദി വെച്ചാണത് തുടങ്ങിയത്. അതിന് മുമ്പേ ഉണ്ട് എൻ്റെ അമ്മയുടെ ഗ്രൂപ്പിനകത്ത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നു ചിലർക്ക് രോഗസൗഖ്യത്തിനുള്ള വരം, ചിലർക്ക് പ്രബോധനത്തിനുള്ളത്, ചിലർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വരം, ചിലർക്ക് ദാനധർമ്മം ചെയ്യാൻ, ഓരോ വരങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ അതൊന്നും അവരോട് പറയണ്ട. ദേ വിൽ ഡു ഇറ്റ് അൺടിൽ ദെയർ ഡെത്ത്, ദേ വിൽ ഡു ഇറ്റ്. ചിലർക്ക് പണം ഇല്ലെങ്കിലും വാരി വിതറി കൊടുക്കുന്നത് ഞാൻ കാണും. ഐ ഓൾവേസ് തിങ്ക് ഹൗ ഓൺ എർത്ത് ദേ ഡു ഇറ്റ്. അത് വരങ്ങളാണ്. ചിലർ രോഗശുശ്രൂഷ ഡോക്ടേഴ്സായിട്ട്, ചിലർ കാശിന് വേണ്ടി ജോലി ചെയ്യും, ചില ഡോക്ടേഴ്സ് ചുമ്മാ അവരുടെ പ്രസൻസ് മതി, ഇറ്റ് മേക്സ് ദ പേഷ്യൻസ് ഹാപ്പി. കണ്ടിട്ടുണ്ട്? അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചുമ്മാ അവരുടെ പ്രസൻസ് മതി, എല്ലാ രോഗവും മാറും. അതൊക്കെ ഓരോ വരങ്ങളാണ്. അതൊക്കെ ആഗ്രഹിക്കണം നമ്മൾ. കർത്താവ് എനിക്കെന്ന് ആരുടെയൊക്കെ നെഞ്ചിനകത്തെ ഭാരങ്ങൾ അഴിഞ്ഞു പോകുന്നത് പറയുമ്പോൾ കർത്താവ് പറയുന്നത് ചിലരെ പ്രവാചകന്മാർ, അപ്പോസ്തോലന്മാർ പറഞ്ഞാൽ അയക്കപ്പെട്ടവരാണ്, ദൈവം നിയോഗിച്ചയക്കുക. അതെല്ലാവർക്കും ഇല്ല, എല്ലാവർക്കും അല്ല, ചിലർക്കാണ്. ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാർ പുതിയ നിയമത്തിൽ ടു എഡിഫൈ ആൻഡ് ടു എൻകറേജ് ആണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ, എലിയ പ്രവാചകന്, അതിൽ നമ്മൾ സാമുവേൽ പ്രവചൻ, ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയം വരും. കാരണം അവർ വരുമ്പോഴേ ആളുകൾക്കറിയാം മേളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് എന്തോ ദൂതും കൊണ്ട് വരിക. ഭയമാണ്. അവർക്ക് എത്ര പേരെ വെട്ടിക്കൊല്ലാനും മടിയില്ലായിരുന്നു ആ കാലത്ത്. പക്ഷേ ഇന്നത്തെ പ്രവാചകന്മാർ അതല്ല. പുതിയ നിയമത്തിൽ ദ പ്രോഫറ്റ്സ് ആർ ടു എൻകറേജ് ആൻഡ് എഡിഫൈ, നമ്മളെ ഉത്തേജനം ചെയ്യും, പഠിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ചിലരെ ഇടയന്മാരെന്ന് പറഞ്ഞാൽ ആടുകളെ സൂക്ഷിക്കുന്ന ജോലി. അവർക്ക് പുതിയ ആടുകളിൽ നിന്നും ഉള്ളതിനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കും. അവർ അതിന് പച്ചപ്പുല്ല് കൊണ്ടു കൊടുക്കും, അതിൻ്റെ മേലെ എണ്ണ തേക്കും, അതിനെ പരിപാലിക്കും, അതിനെ കുളിപ്പിക്കും. ഇതൊക്കെ അത്ര അവർക്ക് ദേ ആർ ഹാപ്പി വിത്ത് ദാറ്റ്. വൈ ഡു യു ക്വസ്റ്റ്യൻ ദം? അവരുടെ വിളിക്ക് യോഗ്യമായിട്ട് അവർ ചെയ്യുകയാണ്. ഇതൊക്കെ അവനവൻ അറിയണം. അതൊക്കെ എനിക്കറിയാം. ഞാനിത് പറയുമ്പം പലരുടെയും ഹൃദയങ്ങൾ ഇത് തുറക്കാണ്. ഇതാണ് എൻ്റെ ജോലി. ചിലർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവരുടെ കൈക്കൊരു പുണ്യമുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരെ കാണുമ്പം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഞാൻ ചെയ്യത്തില്ല. എനിക്ക് മടിയാണ്. കാരണം ഒന്നാമത് വചനം വായിച്ച് കഴിയുമ്പോൾ എനിക്ക് നേരെയില്ല. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. പക്ഷേ എനിക്കറിയാം എൻ്റെ സിസ്റ്ററുണ്ട്, എപ്പോൾ ആര് വന്നാലും ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടായത്. ദാറ്റ് ഈസ് എ മിനിസ്ട്രി. അത് ചെയ്യാതൊക്കെ ജീവിക്കാൻ ഒക്കില്ല. അങ്ങനെ എത്ര പേരെ എനിക്കറിയാം. എത്ര എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓരോ ക്വാളിറ്റീസ് അവരുടെ കാണുമ്പോൾ ഞാൻ പറയും ഇവരില്ലാതെ ഈ ഗ്രൂപ്പ് വളരൂല. അത്ര അതായിരിക്കണം നമ്മുടെ ചേർച്ചിലും സഭയിലും. അവിടെയൊക്കെ ഞാനാകുന്ന എൻ്റെ ചിന്ത 6 അടി മണ്ണിനടി പോകണം. എന്നാലും ഇതൊക്കെ വളരാനറിയാം. നമ്മളങ്ങ് ചത്തിട്ട് ബാക്കിയുള്ളവർ കയറട്ടെ എന്നാണ്. അതുകൊണ്ട് പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കേണ്ടെന്നല്ല. അതാണ് നിൻ്റെ കൃപയെങ്കിൽ നീ അതിൽ ഉറച്ചു നിൽക്കുക. ചിലർക്ക് ദാനധർമ്മമാണെങ്കിൽ അത് നിൽക്കുക. അപ്പം നമ്മൾ വേറൊരാളുടെ ഷൂസിനകത്ത് നിൽക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവനവനെ ഏൽപ്പിച്ച് അടുത്ത് പറയുന്നത് എന്താ? സുവിശേഷൻ പറഞ്ഞാൽ ദൈവവചനം പ്രഘോഷിപ്പിക്കുന്നവരാണ്. അത് വചനം എടുത്ത് ചിലർ പറയുമ്പോൾ അത് ചെന്ന് കൊള്ളുന്നിടത്ത് കൊള്ളും. സുവിശേഷത്തിന് എക്സാമ്പിൾ 2 പേര്. ഒരാൾ വലിയ തിയോളജി പഠിച്ച ആൾ പ്രസംഗത്തോടെ പ്രസംഗമാണ്, ആളുകൾ കേൾക്കുന്നുണ്ട്, കുറച്ച് പേരുകളും കുറച്ച്. പക്ഷേ ഒരു പാവം പിടിച്ച മനുഷ്യർ അനുഭവങ്ങളുടെ കഷ്ടത്തിൻ്റെ നടുക്ക് നിന്നേച്ച് ദൈവവചനം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. 2 പേരുടെയും പ്രസംഗം എന്നല്ല, പക്ഷേ അഭിഷേകം ഉള്ളത് അനുഭവം അനുഭവിച്ചു. അപ്പോൾ വരങ്ങളാണിത്. വരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പഠിക്കുകയാണ് നമ്മൾ. ഇതൊക്കെ ദൈവത്തിനോട് അടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ചിലരെ ഉപദേഷ്ടാക്കന്മാരും ആക്കി വെച്ചു. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഉപദേശം കൊടുക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. ആരുടെയും ഒരു ഉപദേശം പറഞ്ഞു കൊടുക്കാൻ ഞാനെപ്പോഴും പറയും, നമ്മളൊന്നും ഉപദേശിച്ച് ആരും ശരിയാകത്തില്ല. എന്നാൽ ചിലർ വന്ന് പറയും. അത് പറയേണ്ട വിധത്തിൽ അവർ പറഞ്ഞിട്ടത് കൺവിക്റ്റ് ചെയ്ത് പാപബോധം ഉണ്ടാക്കി ദൈവത്തിൻ്റെ ആത്മാവ് പകരുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഞാൻ ഓർക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ വെച്ച്. അവരൊരു അമേരിക്കൻ മിഷണറി ആയിരുന്നു. നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ മിക്കവാറും ബുധനാഴ്ച തോറും അവരെൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ ഞാനവർ വരുന്നത് നോക്കിയിരിക്കും. അവർക്കൊരു കൂനൊക്കെ ഉണ്ട്. അവർ ചെറിയൊരു സ്ത്രീ. എല്ലാ ബുധനാഴ്ച വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി നോക്കിയിരിക്കും. അവർ വരുമ്പോൾ എനിക്കൊരു സൂതിങ് ഇഫക്റ്റാണ്. അവർ വന്ന് കുറച്ച് നേരം വചനമൊക്കെ പറയും. എന്നിട്ട് അവർ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് അവരങ്ങ് പോകും, ഒന്നും പറയാതെ.
അങ്ങനെ പല പ്രാവശ്യം ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സ് ചിന്തിച്ച് ഇവർ ചോദിക്കുന്നത് ശരിയാണല്ലോ, എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടോ, ഞാൻ ചുമ്മാതെ കാണി സംബഡി ഈസ് സ്പോക്കിങ് യു, യഥാർത്ഥത്തിൽ യേശു ഉണ്ടോ നിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ പറഞ്ഞേച്ച് പോയി, ഞാൻ ഒരാഴ്ച തരാം, പോയി ചിന്തിച്ച് നോക്കാം യേശു ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന്, ഇല്ലെങ്കിൽ നമുക്ക് യേശുവിനെ സ്വീകരിക്കണം, ഒരു ദിവസം വെച്ചിടണമെന്ന്. നമ്മളിപ്പോൾ നമ്മുടെ സഭയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകും, നമ്മൾ യേശു ഉണ്ടെന്നുള്ള ഉറപ്പൊക്കെ എങ്ങനെയാണ്. പക്ഷേ ഈ സ്ത്രീ ചോദിച്ചപ്പം എൻ്റെ മനസ്സിനകത്ത് ചിന്ത തുടങ്ങി, ശരിയായിട്ട് ഇവർ ചോദിക്കുന്നു എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടോ ഇല്ലയോ, അത് ചുമ്മാതി പള്ളി കാണിക്കാൻ വസ്ത്രം എടുത്ത് വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വെള്ള സാരി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്, അതാണ് ചിന്തിക്കാൻ തുടങ്ങി. ഐ വാസ് വെയിറ്റിംഗ്, അടുത്ത ബുധനാഴ്ച അവർ വരുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ജസ്റ്റ് വോണ്ട് ടു ക്ലാരിഫൈ ദാറ്റ് പോയിന്റ്, എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലാരിഫൈ ആണ്. അപ്പോൾ അവർ കുറേ വചനങ്ങൾ പറഞ്ഞു, യേശു ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ രക്ഷിതായിട്ട്. റോമർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം 1 യോഹന്നാൻ 1:5, 11-13 ഇങ്ങനെ കുറേ വാക്യങ്ങളെടുത്ത് കാണിച്ച് വെച്ചാൽ എന്നോട് ചോദിച്ചു യേശു ക്രിസ്തു ഉള്ളിലുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. ക്രിസ്തു ഉണ്ടെന്ന് നമുക്കൊരു തോന്നലാണ്, പക്ഷേ ഒരാൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയണമെങ്കിൽ വചനം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വചനാടിസ്ഥാനത്തിൽ എനിക്ക് ഉറപ്പുണ്ടോ ഇല്ലെന്ന് സംശയം. പിന്നെ ഈ വചനം വെച്ച് ഞാൻ വീണ്ടും പറഞ്ഞു എൻ്റെ ഉള്ളിൽ യേശു. അന്ന് തൊട്ട് എനിക്കൊരു ഒരു ഇന്നർ സ്ട്രെങ്ത് അങ്ങോട്ട് കിട്ടാൻ തുടങ്ങി. ആ വചനത്തെ ഒരു ഉടമ്പടി, ഒരു കവനൻ്റ് ദൈവമായിട്ട് എടുക്കുകയാണ്. അത് പലർക്കും പല രീതിയിലാണ്. ഞാനങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ. അന്ന് തൊട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെയും വളർച്ചയാണ്, ഇന്നും വളർച്ചയാണ്. നല്ല പടുകൂറ്റൻ വൃക്ഷമായിട്ട് നിൽക്കാൻ തക്കവണ്ണം ഉറപ്പിൻ്റെ ആത്മാവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. വീണു പോകുമ്പോൾ ചിലപ്പോൾ വീഴുമായിരിക്കും, പക്ഷെ വീണാലും അവിടെ കിടക്കൂല, എഴുന്നേറ്റ് നിൽക്കും. കാരണം മൈ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മുടെ കഴിവുണ്ടല്ലോ, നമ്മുടെ സ്വയം കഴിവുമ്പോഴേക്കുമ്പോഴാണ് വീഴുന്നത്. പക്ഷേ നമ്മുടെ സ്വയം കഴിവ് ഉപയോഗിച്ചെന്ന് തോന്നിയ ഉടനെ ക്ഷമ ചോദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തർക്ക് എ മെഷർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ അളവ് നീ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കൃപകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 നേതൃത്വ വരങ്ങളും ലീഡർഷിപ്പ് ഗിഫ്റ്റ്സും ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരായിട്ടും ചിലരെ പ്രവാചകന്മാരായിട്ടും ചിലരെ സുവിശേഷകന്മാരായിട്ടും ഇടയന്മാരായിട്ടും ഉപദേശകന്മാരായിട്ടും ഒക്കെ നീ ആക്കി വെച്ചിരിക്കുക. അവരവർക്ക് ഏൽപ്പിച്ച ജോലിയിൽ വിശ്വസ്തത കാണിക്കുന്ന അവരവർക്കറിയാം. അവർ മടുത്തു പോകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏൽപ്പിച്ച ജോലി അല്ലെ വിളി എന്ത്, ഇത് തന്നെയല്ല. വേറെ റോമർക്ക് എഴുതിയ ലേഖനകത്ത് വേറെ എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ വരങ്ങളും ഗിഫ്റ്റുകൾ. കൊരിന്ത്യറിനകത്ത് എഴുതിയിട്ടുണ്ട് 12-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 12 ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ എടുത്തുപയോഗിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾക്ക് ദൈവത്തിൻ്റെ മേൽ നിൽക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വരങ്ങൾ ഇന്ന് മുതൽ ആ വിത്തുകൾ കിളുത്ത് ജീവവൃക്ഷമായിട്ട് വളരട്ടെ. അപ്പച്ച അവനവനെ ഏൽപ്പിച്ച ജോലി, എന്നെ ഏൽപ്പിച്ച താലന്ത് 100% വർദ്ധിപ്പിക്കാൻ തക്കോണം എന്നെ പഠിപ്പിക്കണം. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും അവരവരുടെ താലന്ത് എന്തെന്ന് മനസ്സിലാക്കി അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പത്തിൽ വിശ്വസ്തനാകവൻ അധികത്തിൽ വിചാരകനാണെന്ന് കേൾക്കാൻ തക്കവണ്ണം ഇട്ടയാക്കണമേ. വിശ്വസ്തത നിന്നോടാണ്. വിശ്വസ്തത ഭൂമിയിൽ നിന്നാണ് മുളയ്ക്കേണ്ടത്, നീതി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ ഞങ്ങളെ വിശ്വസ്തരാക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഏൽപ്പിച്ച ജോലികൾ അന്ത്യത്തോളം വിശ്വസ്തയോട് ചെയ്ത് വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് എന്ന് കേൾക്കുന്ന ശബ്ദം, അതെ, നല്ലവനും വിശ്വസ്തനുമായ ജോലിക്കാര എന്ന് വിളിക്കുമ്പോൾ നമ്മൾ നിൻ്റെ മുമ്പിൽ നിന്ന് അതേ എന്ന് യെസ് ആമേൻ പറയാൻ തക്കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.